Hello, welcome back to Tasty Kerala. ഞാൻ അഖില. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ടേസ്റ്റി കേരളയിൽ നമ്മൾ പ്രോൺസ് ബിരിയാണിയും മട്ടൺ ബിരിയാണിയും എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പൊ നമുക്ക് കണ്ടു നോക്കാം നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി പ്രിപ്പയർ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചിക്കൻ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചിക്കനിലേക്ക് പുരട്ടുക. ഇത് 1 കിലോ ചിക്കൻ ആണുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതായത് മഞ്ഞൾപ്പൊടി എന്ന് വെച്ചാൽ ഞാനൊരു 1/2 ടീസ്പൂണാണ് ഇടുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി. അപ്പം നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. ഇപ്പോൾ 1 കിലോ ചിക്കന് വേണ്ടിയാണ് ഇങ്ങനെ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് തൈരും കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് 2 ടേബിൾ സ്പൂൺ തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് നമ്മൾ 30 മിനിറ്റ്സ് മാറ്റി വെക്കണം. നിങ്ങൾക്ക് അത് ഓവർനൈറ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് തലേദിവസം ഇത് പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് മസാലകൾ പിടിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ സവോള വഴറ്റി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. അതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇത് ചൂടാകുമ്പോൾ നമുക്ക് സവാള ഇട്ടെന്ന് വഴറ്റണം. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 3 വലിയ സവാളയും ഒരു 4-5 ചെറിയ ഉള്ളിയും കൂടിയാണ്. കാരണം ചെറിയ ഉള്ളി നോൺ വെജിൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് വർദ്ധിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സവാളയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് നമുക്ക് ഫസ്റ്റ് വഴറ്റാം. ഓക്കെ, അപ്പം നമുക്ക് ഉള്ളി വഴറ്റുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റാം. അത് നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. ഓക്കെ, അപ്പം നമ്മുടെ സവോള ഇത്രയും വഴന്നാൽ മതി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് മല്ലിയില പച്ചമുളക് പേസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് ഇടുക. ഇത് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റാം. അതായത് അതിൻ്റെ പച്ചമണം മാറുന്നതിന് നന്നായിട്ട് വഴറ്റണം. 3 വലിയ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വലിയ എരിവില്ലാത്ത പച്ചമുളകാണ്. പിന്നെ മല്ലിയില, ഒരു ചെറിയൊരു തണ്ട് മല്ലിയില, വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഇത്രയും കഷ്ണമുള്ളത് ജിഞ്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ജിഞ്ചർ ഗാർലിക് പച്ചമുളക് മല്ലിയില പേസ്റ്റ് എല്ലാം ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്കിനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം, മസാലക്കൂട്ടങ്ങൾ. അപ്പം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നമ്മൾ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലെയിം ലോ ആണ് എൻഷർ ചെയ്യുക, അല്ലെങ്കിൽ പൊടികൾ കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇതിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതുകൊണ്ട് ഞാനതൊരു 3 ടീസ്പൂൺ ഇടുക. ബിക്കോസ് നമ്മൾ ആദ്യം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ 3 പച്ചമുളകും നമ്മൾ അരച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 3 ടീസ്പൂൺ ഇട്ടേക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നമ്മൾ 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോ ഒക്കെ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്ത് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ തക്കാളി ആഡ് ചെയ്യുക. തക്കാളി നമുക്ക് ഇനി വെച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക. അതാകുമ്പോൾ തക്കാളിയുടെ ചാറൊക്കെ ഇറങ്ങിക്കോളും. ഓക്കെ, ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് വരട്ടെ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ പീസസ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇതിലെ മസാലകളെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല. നമ്മൾ ഇച്ചിരി നേരം അടച്ച് വെച്ച് നോക്കാം നമ്മൾ എത്ര വെള്ളം ഇറങ്ങുമെന്ന് നോക്കാം.
ഓക്കെ, അപ്പം നമുക്ക് തുറന്ന് നോക്കാം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയോ എന്ന്. അതിപ്പം വെള്ളമേ ഇറങ്ങിയിട്ടുള്ളൂ, അധികം വെള്ളമൊന്നും ഇറങ്ങിയില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഗ്രേവിയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സാമാന്യം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തണുത്ത വെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. ഓൾവേസ് എൻഷുർ നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് നമുക്കിനി അടച്ചു വെച്ച് ഒരു 15-20 മിനിറ്റ് വേവിക്കാൻ ചിക്കൻ. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ബിരിയാണി റൈസിലേക്ക് കടക്കാം. റൈസിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി നമ്മൾ 1 ടേബിൾ സ്പൂൺ ഗീ ഇടുക. ഓക്കെ, ഇത് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലക്കൂട്ടങ്ങൾ ആഡ് ചെയ്യുക. അതായത് ബേ ലീവ്സ്, ജാതിപത്രിയും ഏലക്കായും ക്ലൗസൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതാകുമ്പോൾ ബിരിയാണിയിൽ നല്ല മണം വരും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ 2 ഗ്ലാസ് ജീരകശാല റൈസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഉള്ളതാണ്. അത് നമ്മൾ ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് നന്നായിട്ട് ഇറക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അരിയിലേക്ക് നെയ്യ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഇനി നല്ല തിളച്ച വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ 2 ഗ്ലാസ് അരിയിൽ നമ്മൾ 4 ഗ്ലാസ് വെള്ളം വെച്ചാണ് നമ്മൾ വേവിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയമാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ട കറക്റ്റ് ടൈം. അതായത് ഉപ്പിടുന്നതിൻ്റെ അളവെന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ ഉപ്പ് എപ്പോഴും നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കും, ഉപ്പ് എപ്പോഴും ഇച്ചിരി മുൻപന്തിയിൽ നിൽക്കണം. എന്നാലേ ഇത് വെന്ത് വരുമ്പോൾ റൈസിലേക്ക് കറക്റ്റ് പാകത്തിന് ഉപ്പ് നിൽക്കത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് 2 പച്ചമുളക് മുഴുവനായിട്ട് ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ, നമ്മുടെ റൈസ് വെന്തോന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ കുത്തുകുത്തായിട്ട് വരില്ല. ഇതാണ് ബിരിയാണി റൈസ് വെന്തെന്നുള്ളതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ്സ് നമുക്കിത് അടച്ചിട്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ബിരിയാണിയുടെ റൈസ് ഓൾമോസ്റ്റ് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്കിനി നമ്മുടെ ചിക്കൻ എന്തായെന്ന് നോക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു, നമ്മൾ വീഡിയോയിൽ കാണിച്ചതന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം കണ്ട ബിരിയാണി അല്ലെങ്കിലും വെക്കണമെങ്കിൽ നല്ല ഗ്രേവി ഉണ്ടെങ്കിലാണ് ബിരിയാണി വെക്കുമ്പം നല്ല ടേസ്റ്റ് വരുന്നത്. ഇതിപ്പം കണ്ട അത്യാവശ്യം നല്ല ഗ്രേവിക്ക് നല്ല കൊഴുപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് സെറ്റായി. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഇച്ചിരി നട്ട്സ് അരച്ചത് നമ്മൾ ആഡ് ചെയ്യുക. നട്ട്സ് ഒരു 10 to 15 മിനിറ്റ്സ് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ട് നമ്മളത് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണിത്. അപ്പം അതും കൂടെ ആകുമ്പം ഗ്രേവിക്ക് നല്ല കൊഴുപ്പ്. ഇനി ഒരു 5 മിനിറ്റ്സും കൂടെ വെന്തോട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ റൈസിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഗ്രേവിക്കും അത്യാവശ്യം നല്ല കൊഴുപ്പ് വേണം. ചിക്കൻ ബിരിയാണി ഉണ്ടാകുന്നതുകൊണ്ട് അത്യാവശ്യം ഗ്രേവിയും വേണം, എന്നാലേ നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. സോ നമുക്ക് ചിക്കൻ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ റൈസ് ഒന്ന് തുറന്ന് നോക്കാം. നമുക്കൊന്ന് നോക്കാം ഇത് കുഴഞ്ഞു പോയിട്ടുണ്ടോ എന്ന്. ഇതൊട്ടും കുഴഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നമുക്കിനി നമ്മുടെ ബിരിയാണി ദം ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളിപ്പം ബിരിയാണി ദം ചെയ്യാൻ പോവാണ്. ദം ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് റൈസ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കുറച്ച് പാലിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഇച്ചിരി സാഫ്രണും കൂടെ ആഡ് ചെയ്തതാണ്. അത് നമുക്കിതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ ആഡ് ചെയ്യാം.
അതാകുമ്പോൾ ബിരിയാണിക്ക് ഒരു ഇച്ചിരി ഭാഗത്ത് ഒരു മഞ്ഞ നിറം വരും. ഓക്കെ, നമ്മൾ ദം ചെയ്യാൻ പോവുകയാണ്. ദം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു നല്ല സീൽഡായിട്ടുള്ള ഒരു അടപ്പ് മുകളിൽ വെച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ നല്ല വെയിറ്റ് ഉള്ള ഒരു സാധനം അതിൻ്റെ മുകളിൽ കയറ്റി വെച്ച് നമ്മൾ ദം ചെയ്യാൻ പോകാം. എൻഷുർ ചെയ്യുക ഫ്ലെയിം ലോ ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ദം ബിരിയാണി നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് നോക്കാം, നമുക്ക് കുഴഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. ഓക്കെ, അപ്പം നമ്മുടെ പെർഫെക്റ്റ് ചിക്കൻ ദം ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ until next time we meet. Bye.